ഹലോ കൂട്ടുകാരെ, സുഖമായിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്നും കഥ പറയാനായിട്ട് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ, എനിക്ക് നിങ്ങളോട് കഥ പറയാനും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരിക്കൽ രണ്ട് കൂട്ടുകാർ ഒരുമിച്ചൊരു യാത്ര പോയി. യാത്രയെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി അവരുടെ വീട്ടിലേക്ക് വരികയാണ്. വരാൻ സമയത്ത് അവർ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നടന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് സന്ധ്യയായപ്പോൾ ഇരുട്ട് വീണപ്പോൾ മുമ്പോട്ട് നടക്കണമെങ്കിൽ ഇനി വെളിച്ചം വേണം. ഉടനെ ഒരാൾ തൻ്റെ കയ്യിലെ ടോർച്ച് എടുത്ത് തെളിച്ചു. ടോർച്ച് അറിയാലോ, വെട്ടം തെളിക്കുന്ന. അപ്പോൾ അങ്ങനെ ടോർച്ച് എടുത്ത് തെളിച്ചപ്പോൾ ആ വെട്ടത്തിൽ രണ്ടുപേര് സന്തോഷത്തോടെ നടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ വഴി രണ്ടായി തിരിഞ്ഞു. ഒരാൾക്ക് പോകേണ്ടത് ഇടത്തേക്കുള്ള വഴിയിലൂടെയാണ്, മറ്റേയാൾക്ക് പോകേണ്ടത് വലത്തേക്കുള്ള വഴിയിലൂടെ. ഈ വലത്തേക്കുള്ള വഴിയിലൂടെ പോകേണ്ട ആൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലെ ടോർച്ചടിച്ച് ടാറ്റാ പറഞ്ഞ് വലത്തേക്ക് പോയി. മറ്റേ ആൾ ഇടത്തേക്ക് പോകേണ്ട ആൾ അവിടെ നിന്നു. എന്താണെന്നറിയാമോ? അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ കരങ്ങളിൽ ടോർച്ച് വെട്ടമില്ല. ഇനി എനിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ വെളിച്ചം കൂടിയേ തീരൂ. എന്നാൽ തൻ്റെ കയ്യിൽ വെളിച്ചമില്ല. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് കഴിയാതെ പോയി? ഇരുട്ട് വീഴുമ്പോൾ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് എനിക്കത് കരുതാൻ കഴിയാതെ പോയത് കൊണ്ട് തന്നെ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊരു കുഞ്ഞു കഥയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതയാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല, ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളും കടന്നു വരിക തന്നെ ചെയ്യും. ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ കടന്നു വരും എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളാകട്ടെ, കുഞ്ഞു കുഞ്ഞു വേദനകളാകട്ടെ, കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളാകട്ടെ, അത് രോഗമാകാം, കടഭാരങ്ങളാകാം, എന്തെല്ലാം പ്രയാസങ്ങളോ നമുക്ക് വന്നെന്നിരിക്കും അല്ലേ. ചിലപ്പോൾ പരീക്ഷകളിൽ നമ്മൾ തോറ്റുപോകും. ചില പരീക്ഷകളിൽ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതാൻ പഠിച്ചിട്ടും അത് ഓർമ്മയിൽ വരാതെ പോകും. ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ തളർന്നു പോകരുത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇരുട്ടിൻ്റെ മധ്യേ, അങ്ങനെയുള്ള പ്രയാസങ്ങളുടെ മധ്യേ നമ്മൾ തളർന്നു പോകരുത്. നമ്മളാരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ. യേശുപ്പച്ചൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് യേശുപ്പച്ചൻ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. കാരണം ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുപ്പച്ചൻ. ആ യേശുപ്പച്ചൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ യേശുപ്പച്ചനുണ്ടെങ്കിൽ നമ്മളും വെളിച്ചമുള്ളവരായി മാറും. അപ്പോൾ യേശുപ്പച്ചൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നമ്മളും വെളിച്ചമുള്ളവരാകി മാറണം. യേശുപ്പച്ചൻ നമ്മുടെ ഉള്ളിലുണ്ടാവണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെളിച്ചത്തിൻ്റെ മക്കളായി നടക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല മക്കളായി, വെളിച്ചത്തിൻ്റെ മക്കളായി, സന്തോഷമുള്ള മക്കളായി, എല്ലാ ഇരുട്ടിനെയും അതിജീവിക്കുന്ന മക്കളായി മാറാൻ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് ചോദ്യമുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശുപ്പച്ചൻ പറഞ്ഞ വാക്യം ഏത് പുസ്തകം, എത്രാമത്തെ അധ്യായം, എത്രാമത്തെ വാക്യം? കണ്ടുപിടിച്ച് ഉത്തരം പറയുക. നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ ബൈ ബൈ, ടാറ്റാ, ഓക്കേ.